യെസ്, അപ്പോൾ നമുക്ക് നേരെ പോകുന്നത് അമ്പായത്തോട് സംഘർഷവുമായി ബന്ധപ്പെട്ട് താമരശ്ശേരിയിലേക്ക് വീണ്ടും പോകണം. കാരണം ഫ്രഷ് കട്ട് സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് പോലീസ് വേട്ടയാടൽ നടക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാവ് ടി മെഹ്റൂഫിന്റെ തുറന്നുപറച്ചിൽ. സംഘർഷത്തിൽ പോലീസിന് പരിക്കുണ്ട്. സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിൽ ക്രിമിനലാണെന്ന അഭിപ്രായമില്ല. ഫ്രഷ് കട്ട് കമ്പനി പുഴയോരത്ത് നിന്ന് മാറ്റി സ്ഥാപിക്കുകയാണ് പരിഹാരമെന്നും ഒന്നാം പ്രതിയായ മെഹ്റൂഫ് മീഡിയ വണ്ണോട് പറഞ്ഞു. ഒളിവിൽ കഴിയുന്ന ഡിവൈഎഫ്ഐ നേതാവ് ടി മെഹ്റൂഫ് ഫ്രഷ് കട്ട് സംഘർഷ കേസിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ ഒന്നാം പ്രതിയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് വേട്ടയാടലില്ല തുടങ്ങിയ പരാമർശങ്ങളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതിൽ സഹായമാകുക എന്നുകൂടെ നോക്കാം. കഴിഞ്ഞ 6 വർഷമായി ഈ പ്രദേശത്തെ വലിയ പ്രയാസത്തിലാക്കിയ ഫ്രഷ് കട്ട് അതിനെതിരായ ജനകീയ സമരത്തിന്റെ മുന്നണി പോരാളിയായിരുന്ന മെഹ്റൂഫാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. മെഹ്റൂഫ്, ഇപ്പോൾ പോലീസ് വലിയ തരത്തിലുള്ള വേട്ടയാടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ജനകീയ സമരവുമായി ബന്ധപ്പെട്ട്? അല്ല, പോലീസ് അങ്ങനെ എന്തോ ഒരു വേട്ടയാടൽ നടത്തുന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. ആ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ പോലീസിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, പോലീസിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ചില നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ നിരപരാധികളായ ആളുകളെ ആ സമരത്തിൽ പങ്കെടുത്തു എന്ന കാരണം കൊണ്ട് കേസിൽ പ്രതി ചേർക്കുകയോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുകയോ അവർക്കൊരു പ്രയാസമുണ്ടാകുന്ന രീതിയിലേക്കുള്ളൊരു നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയോ ചെയ്യരുത് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലക്കും CPM എന്നുള്ള നിലക്കൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് പോലീസുമായി സംസാരിച്ച് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. മെഹ്റൂഫ് CPMന്റെ ഡിവൈഎഫ്ഐയുടെ മുതിർന്ന നേതാവാണ്. ഒന്നാം പ്രതിയാക്കിയിട്ടുള്ളത് താങ്കളെയാണ്. അതിനെന്താ പ്രശ്നം? ഞാൻ ആ സമരത്തിൻ്റെ ഭാഗമായിരുന്നു. ഗുരുതര വകുപ്പുകളൊക്കെയാണ് താങ്കൾക്കെതിരെയുള്ള ആളുകൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പിന്നെ ഞാൻ ആ സമരത്തിൻ്റെ ഭാഗമായിരുന്നു. ഈ പ്രശ്നബാധിത മേഖല ഉൾപ്പെടുന്ന പ്രദേശത്തൊരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കൂടിയാണ് എൻ്റെ ഒരു ഡിവിഷനിൽപ്പെട്ട ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്നുള്ള നിലയിലാണ് ഞാൻ ആ സമരത്തിൻ്റെ ഭാഗമായത്. പോലീസ് വിവിധ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് കേസെടുത്തിട്ടുണ്ട്. അതിനെ നിയമപരമായി നേരിടുക എന്നുള്ളത് തന്നെയാണ്. ഫ്രഷ് കട്ട് സമരസമിതി ചെയർമാൻ ബാബു കുടിക്കലിനെതിരെയൊക്കെ വലിയ ഗുരുതര ആരോപണങ്ങളാണ് പോലീസ് ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം ക്രിമിനലാണ്, അതുപോലെ തന്നെ നിരോധിത സംഘടനകളുടെ പങ്ക് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് പോലീസ്. അങ്ങനെയൊക്കെ ഈ പ്രദേശവാസി എന്ന അർത്ഥത്തിൽ മെഹ്റൂഫിന് തോന്നുന്നുണ്ട്? അല്ല, ഈ സമരത്തിൽ സമരത്തിൻ്റെ ഭാഗമായി പങ്കെടുത്തവരെല്ലാം തീവ്രവാദികളാണ് എന്നുള്ള അഭിപ്രായം നമുക്കില്ല. പക്ഷേ ആ സമരത്തിൽ എന്തോ ഒരു മുതലെടുപ്പ് നടന്നിട്ടുണ്ട്. അത് പോലീസ് കൃത്യമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പോലീസ് പറയുന്നത് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ മനുഷ്യ കവചമായി ഉപയോഗിച്ചുകൊണ്ട് വലിയ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തു, മാരകായുധങ്ങൾ ഉപയോഗിച്ചു എന്നൊക്കെയാണ്. അത്തരം ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്നുണ്ടോ മേറോ? അതൊരു ശരിയായ ആരോപണമല്ല. കാരണം അതിൽ സ്ത്രീകളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ സ്ത്രീകളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, അതുപോലെ തന്നെ മുതിർന്ന ആളുകളുണ്ടായിരുന്നു, മുതിർന്ന സ്ത്രീകളുണ്ടായിരുന്നു. കിടപ്പിലായി പോകാത്ത ആളുകളെല്ലാം ആ സമരത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ആരോപണം ശരിയാണെന്ന് തോന്നുന്നില്ല. താങ്കളിപ്പോഴും ഒളിവിലാണ്? അതെ, തീർച്ചയായിട്ടും. അബ്സ്കോണ്ടിങ് ആണ്. പിന്നെ മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ സമരത്തിൽ പങ്കെടുത്തു, അതിൻ്റെ ഒരു നേതൃത്വമായി പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ടായിരിക്കാം പോലീസ് ഒന്നാം പ്രതിയായി FIR ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന്, ഈ സമരസമിതി ചെയർമാൻ ഇപ്പോൾ ഒളിവിലാണ്. അദ്ദേഹത്തിൻ്റെ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹം കൊടും ക്രിമിനലാണ് എന്ന തരത്തിലൊക്കെ അങ്ങനെ ഈ നാട്ടുകാരൻ എന്ന അർത്ഥത്തിൽ അങ്ങനെ തോന്നുന്നുണ്ടോ? അത് എന്തുകൊണ്ടായിരിക്കും പോലീസ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ? അദ്ദേഹം ഒരു കൊടും ക്രിമിനലാണ് എന്നുള്ള അഭിപ്രായം നമുക്കാർക്കില്ല. അദ്ദേഹം ഈ സമരസമിതിയുടെ ചെയർമാനാണ്. നാട്ടിൽ നിരവധി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന ആളാണ്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നിരവധി പരാമർശങ്ങൾ, ഇപ്പോൾ ഈ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ക്രിമിനലാണ്, അല്ലെങ്കിൽ നിരോധിത സംഘടന, ഇത്തരം പരാമർശങ്ങൾ അടിക്കടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോഴും മെഹ്റൂഫ് പറയുന്നത് പോലീസ് അങ്ങനെ പിന്തുടർന്ന് വേട്ടയാടുന്നു എന്ന് കരുതുന്നില്ല എന്നാണ്. എങ്ങനെ ആ ഒരു സ്റ്റാൻഡിലേക്ക് എത്തുന്നത്? അതായത് പോലീസ് ഭീകരതയൊക്കെ ഒരുപാട് അനുഭവിച്ച ആളുകളാണ് ഞങ്ങളൊക്കെ. നേരത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെല്ലാം കാലത്ത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. SFIയുടെ കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡൻ്റ് വരെയായി പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ അന്നെല്ലാം ഉണ്ടായിരുന്നൊരു പോലീസ് ഭീകരത നമുക്കറിയാലോ. ആ നിലയിലേക്കൊന്നുമുള്ള ഒരു സാഹചര്യം ഈ ഫ്രഷ് കട്ട് വിഷയമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. പോലീസിന് വലിയ പരിക്ക് പറ്റി. 300 ആളുകൾ ഇപ്പോഴും ഒഴിവിലാണ്. ഈ ആളുകൾക്ക് വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴും പോലീസിൻ്റെ ഒരു പ്രയാസം ഇല്ല എന്ന് മെഹ്റൂഫ് പറയുന്നത്? അല്ല, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പ്രയാസമില്ല എന്നല്ല, നമ്മൾ ഈ പ്രചരിപ്പിക്കപ്പെടുന്ന വിധത്തിലേക്കുള്ള ഒരു പ്രയാസമില്ല എന്നാണ് പറഞ്ഞത്. സംഘർഷത്തിൽ പങ്കെടുത്ത ആളുകളെ സ്വാഭാവികമായിട്ടും പോലീസിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ വലിയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് പോലീസ് കേസെടുക്കും. അത് നിയമപരമായി അങ്ങനെ പോട്ടെ. അപ്പോൾ ആരെയാണോ പോലീസിന് വേണ്ടത് അവരെ നമുക്ക് ഹാജരാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ മുൻകൂർ ജാമ്യത്തിന് പോകാം.
അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം എന്ന് പോലീസുമായി നിരന്തരം നമ്മൾ ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിരപരാധികളായ ആളുകളെ, സമരത്തിൽ പങ്കെടുക്കാത്ത ആളുകളെ, അല്ലെങ്കിൽ പങ്കെടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ട് ആളുകളെ വേട്ടയാടുന്ന ഒരു സ്ഥിതി ഉണ്ടാവരുത് എന്നുള്ള നിലപാടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ പറഞ്ഞത്. ഏതായാലും ഇനിയിപ്പോൾ ഈ ഒരു സമരത്തിൻ്റെ ഗതി കഴിഞ്ഞ 6 വർഷമായിട്ട് ജനങ്ങൾ സമരം ചെയ്തെടുക്കുക, മഹറൂഫ് അടക്കമുള്ള ആളുകൾ, എങ്ങനെയായിരിക്കും ഈ സമരത്തിൻ്റെ ഒരു ഗതി? എന്താണ് മുന്നോട്ട്, എങ്ങനെയാണ് പരിഹാരം മഹറൂഫിന് തോന്നുന്നത്? അത് തീർച്ചയായും അതൊരു ജനാധിപത്യപരമായ രീതിയിലേക്കുള്ള ഒരു സമരമായി തന്നെ മുന്നോട്ട് പോകണമെന്നാണ് നമ്മളൊക്കെ ആലോചിച്ചിട്ടുള്ളത്. അത് ആ പുഴയോരത്തുനിന്ന് മാറ്റി സ്ഥാപിക്കപ്പെടണം എന്നുള്ളതാണ്. പുഴയോരത്തത് പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഈ പ്രശ്നം തുടരും. അത് ഫ്രഷ് കട്ട് കമ്പനിക്കും ജനങ്ങൾ ഈ ഉന്നയിക്കുന്ന ഈ ആക്ഷേപം, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ഈ പ്രയാസം, അതിന് പൂർണ്ണമായി പരിഹാരം കാണാൻ അത് പുഴയോരത്ത് നിലനിർത്തിക്കൊണ്ട് ഒരു കാരണവശാലും അത് സാധിക്കാത്ത ഒരു സ്ഥിതിയുണ്ട്. കാരണം ഒരു തുടർച്ചയായി ഒരു 5-6 ദിവസം തുടർച്ചയായി ഒരു മഴ പെയ്താൽ വെള്ളം കയറുന്ന ഒരു സ്ഥലത്താണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. നേരത്തെ കയറിയിട്ടുണ്ട്. അവരുടെ അസംസ്കൃത വസ്തുക്കളെല്ലാം 37 ലക്ഷം രൂപയുടെ അസംസ്കൃത വസ്തുക്കൾ ഈ പുഴയിലൂടെ ഒഴുകിപ്പോയി എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഈ സ്ഥാപനം പ്രവർത്തിക്കേണ്ടതില്ല. അത് മറ്റേതെങ്കിലും ഒരു സൗകര്യപ്രദമായ ജനവാസ മേഖലയല്ലാത്ത, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഒരു സ്ഥലത്ത് അത് മാറ്റി സ്ഥാപിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഈ കാര്യത്തിലുള്ളൊരു നിലപാട്. ക്യാമറ പേഴ്സൺ ഷബീർ കല്ലിലിനൊപ്പം ടി അനീസ് അലി, മീഡിയ 1, കോഴിക്കോട്. യെസ്, അനീസ് അലി നമ്മോടൊപ്പം ഉണ്ട് വിശദാംശങ്ങളുമായി. അനീസ്, ആദ്യം ചോദിക്കേണ്ട കാര്യം, ഈ ഒളിവിലുള്ള 1-ാം പ്രതിയാണോ ഇങ്ങനെ അങ്ങാടിയിലൂടെ ഇറങ്ങി നടക്കുന്നത് എന്നാണ് ആദ്യം ചോദിക്കേണ്ടത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, യെസ്, ഞാൻ ഒളിവിലാണ്, ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുകയാണെന്നൊക്കെ. അപ്പോൾ ബാക്കിയുള്ള ഒരുപാട് ആളുകൾ, ആ സമരത്തിൽ പങ്കെടുത്ത ബാബു കുടിക്കലടക്കമുള്ള ആളുകളൊക്കെ ഒളിവിൽ കഴിയുന്നു. 1-2-3 പ്രതികളൊക്കെ അവരുടെ വീടുകളിലൊക്കെ പോലീസ് നിരന്തരം എത്തുന്നു, അവിടെ വേട്ടയാടുന്നു എന്ന് കുടുംബം തന്നെ പറയുന്നു. 1-ാം പ്രതി ഇതേ ഇറങ്ങി നടക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഈ സമരത്തെക്കുറിച്ച് മഹറൂഫിന് എന്താണ് പറയാനുള്ളത്? ബാക്കിയുള്ള പ്രതികളെക്കുറിച്ച്, ബാബു കുടിക്കലിനെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പോലീസ് അങ്ങനെ വേട്ടയാടുന്നില്ല എന്നൊക്കെ പറയുന്നു. എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു മൈൻഡ്? പോലീസ് ഇതിനകത്ത് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? സൈഫുദ്ദീൻ, മഹറൂഫ് ഡിവൈഫൈയുടെ മുതിർന്ന നേതാവാണ്. ആ പ്രദേശത്ത് സമരത്തിൽ പങ്കെടുത്ത ഒരാളുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫ്രഷ് കട്ട് സംഘർഷവുമായി ബന്ധപ്പെട്ട കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തതിൽ 1-ാം പ്രതിയാണ് മഹറൂഫ്. ഇദ്ദേഹം അടക്കം നിരവധി പേർ ഒളിവിലാണ്. അതേസമയം പോലീസിൻ്റെ വേട്ട നടക്കുന്നില്ല എന്നാണ് മഹറൂഫ് പറയുന്നത്. അതിന് പ്രധാനമായും അദ്ദേഹം പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത്, താൻ പല സമരങ്ങളിലൂടെ വളർന്നു വന്ന ആളാണ്. ഡിവൈഫൈയുടെയും SFIയുടെയും ഒക്കെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന ഒരാൾ എന്ന നിലയ്ക്ക് പോലീസ് ഭീകരത പലതും താൻ കണ്ടിട്ടുണ്ട്. അതുമായി താരതമ്യം ചെയ്യുമ്പോഴൊന്നും ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നടക്കുന്നില്ല. ഈ പറയുന്നത് പോലെയുള്ള വലിയ പോലീസ് വേട്ടയൊന്നും നടക്കുന്നില്ല. അദ്ദേഹം ആദ്യം നമ്മൾ ചോദിക്കുന്നത്, ആ ഒരു പ്രദേശത്തിൻ്റെ പൊതുവികാരം എന്ന് പറയുന്ന നാട്ടുകാരൊക്കെയും വലിയ പ്രയാസത്തിലാണ് എന്നാണ് നമ്മോട് പറയുന്നത്. ഒന്ന് ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട പ്രയാസം അവരനുഭവിക്കുന്നുണ്ട്. ജീവിതത്തിൽ മണം അവിടെ സഹിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയാത്ത പ്രയാസമുണ്ട്. അതോടൊപ്പം ഈ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് വലിയ തരത്തിലുള്ള വേട്ടയാടലുകൾ നടത്തുന്നു. ആ പുരുഷന്മാരില്ലാതെയാണ് വീടുകളൊക്കെ ഉള്ളത്. എല്ലാവരും ഒളിവിലാണ്. ആർക്കും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ദിവസവും പോലീസ് ആളുകളെ പിടിച്ചു കൊണ്ടുപോകുന്നു. ഇന്നലെയും അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രഷ് കട്ട് സമരസമിതി ചെയർമാൻ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും വിദേശത്തായിരുന്നു. അതിനുശേഷവും അദ്ദേഹം ഒളിവിലാണ്. വലിയ തരത്തിലുള്ള പ്രയാസങ്ങൾ അവർ നേരിടുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആ ഒരു കാര്യം ആദ്യം മഹറൂഫിനോട് ചോദിക്കുന്നത്. ആ പ്രദേശത്തെ ഒരു ജനപ്രതിനിധിയാണ്, പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തോട് ഈ കാര്യം ചോദിക്കുമ്പോൾ ആദ്യം തന്നെ അദ്ദേഹം നിഷേധിക്കുകയാണ് ആ കാര്യത്തിൽ. അങ്ങനെ ഒരു പോലീസ് വേട്ട നടക്കുന്നു എന്നൊരു വികാരം തങ്ങൾക്കില്ല, തങ്ങൾ അങ്ങനെ വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മെഹറൂഫ് സംസാരം തുടങ്ങുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പോലീസിൻ്റെ ചില വാദങ്ങളെ മെഹറൂഫ് നിരാകരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സമരസമിതി ചെയർമാൻ ക്രിമിനലാണ് എന്ന തരത്തിൽ പോലീസ് നൽകിയിട്ടുള്ള വിശദീകരണം കോടതിയിൽ നൽകിയത് അത് താൻ അംഗീകരിക്കുന്നില്ല എന്ന് മെഹറൂഫ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമരസമിതി നേരത്തെ ഈ സമരം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അക്രമം പ്ലാൻ ചെയ്തിരുന്നു എന്ന പോലീസിന്റെ വാദത്തെയും അദ്ദേഹം നിരാകരിക്കുന്നുണ്ട്. സ്ത്രീകളെയും കുട്ടികളെയും. അനീസ, മറ്റൊരു കാര്യം, എന്തായാലും ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പോലീസ് വേട്ടയാടുന്നില്ല എന്ന് പറയുമ്പോഴും ഇത് പുഴയോരത്തു നിന്ന് മാറ്റി സ്ഥാപിക്കണം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ നാട്ടിൽ പ്രശ്നമുണ്ടാക്കിയത് എന്നുള്ള കാര്യത്തിൽ ഒരു പിന്മാറ്റം അദ്ദേഹത്തിന്റെ വാക്കുകളില്ല.
തീർച്ചയായും അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ശാശ്വത പരിഹാരം എന്താണ് ഈ കമ്പനി വിഷയത്തിൽ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നാട്ടിൽ വികസനം ഉണ്ടാകണം, കമ്പനികളൊന്നും വേണ്ട എന്ന അഭിപ്രായം തങ്ങൾക്കില്ല. അതേസമയം ആ പുഴയുടെ തീരത്താണ് നിലനിൽക്കുന്നത്, അത് ഇരുതുള്ളിപ്പുഴ മലിനമാകുന്ന തരത്തിൽ ഈ കമ്പനി അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണം എന്നതാണ് അദ്ദേഹം നമ്മോട് പറഞ്ഞത്. അങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന നിഗമനത്തിലാണ് മെഹ്റൂഫ് ആ കാര്യം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ 2-3 മഴ അടുപ്പിച്ച് പെയ്താൽ വെള്ളം കയറുന്ന ഒരു സ്ഥലത്താണ് ഈ കമ്പനി ഉള്ളത്. ഇരുതുള്ളിപ്പുഴയിലെ വെള്ളം അവിടെ കമ്പനിയിൽ കയറി 35 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്നത് കമ്പനി തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മാലിന്യങ്ങൾ പുഴയിലേക്ക് കലരുക എന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ഈ കമ്പനി മാറ്റി സ്ഥാപിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പുഴയിലേക്ക് മാലിന്യം കലരുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിന് പരിഹാരം അത് തന്നെയാണ്. പക്ഷെ അത് മാത്രമല്ല അവിടുത്തെ പ്രശ്നം എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പരിഹാര നിർദ്ദേശം എത്രത്തോളം പ്രയോജനപ്രദമാണ് എന്ന് അറിയാൻ കഴിയില്ല. എന്തായാലും അവിടെ വലിയ രൂക്ഷമായ ദുർഗന്ധമാണ്, ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ജലം മലിനമാകുന്നു, വായു മലിനമാകുന്നു തുടങ്ങിയ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ 6 വർഷമായിട്ട് ആ മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മെഹ്റൂഫ് പറയുന്ന ഒരു കാര്യം, ആ പുഴയുടെ തീരത്ത് നിന്ന് ഈ കമ്പനി മാറ്റി സ്ഥാപിക്കണം എന്നാണ്. ഒരുപക്ഷെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാറ്റി സ്ഥാപിക്കണം എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവും. എന്തായാലും അദ്ദേഹം ഇതാണ് ഒരു പരിഹാര മാർഗമായി നിർദ്ദേശിക്കുക. കമ്പനി അടച്ചുപൂട്ടണം എന്നൊരു നിലപാട് തങ്ങൾക്കില്ല എന്നുകൂടി മെഹ്റൂഫ് പറയുന്നുണ്ട്. ശരി, ടെനീസലയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഫ്രഷ് കട്ട് സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് ടി മെഹ്റൂഫിന്റെ പ്രസ്താവന ഇപ്പോൾ കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നത്. പോലീസ് വേട്ടയാടലാണ് എന്ന് ആ സമരത്തിൽ ഉൾപ്പെട്ട എല്ലാവരും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു വേട്ടയാടൽ ഇല്ല എന്നാണ് പറയുന്നത്. നാസർ അലി പറഞ്ഞു, ഞാൻ ഒളിവിലാണ്, ചാനൽ കൂടി നേതാവ് പരസ്യമായി പറയും ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമോ.